ഇതിന് എൻ്റെ ജീവിതത്തിൽ ഒരു ബിഗ്ഗസ്റ്റ് ഡിസിഷൻ എടുക്കാൻ പോവാണ്. ഡിസിഷൻ മാത്രമല്ല, എൻ്റെ ഒരു ആഗ്രഹം ചെയ്യാൻ പോവാണ്. ആഗ്നി വന്നതിന് ശേഷം ഞാൻ ഒരുപാട് ബുദ്ധിമുട്ടുണ്ട്. ആഗ്നി സ്കാർ കൊണ്ടാണ് എനിക്ക് ഒരുപാട് ഉണ്ട് കേട്ടോ. ഇതിൻ്റെ ഒരു ബിഗ്ഗസ്റ്റ് ഇൻസെക്യൂരിറ്റി തന്നെ പറയാം. അങ്ങനെ ഒരു തീരുമാനം എടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഇതിന് ട്രീറ്റ്മെന്റ് തുടങ്ങാം. അതിനായിട്ട് ഞാൻ വന്നിട്ടുണ്ടായിരുന്ന തിരൂരുള്ള സുവായ് നാച്ചുറൽസിലാണ്. ഇവിടെ ഏകദേശം എല്ലാ ട്രീറ്റ്മെന്റ്സും അവൈലബിൾ ആണ്. അങ്ങനെ നമ്മൾ ഫോം എല്ലാം ഫില്ല് ചെയ്ത് ഡോക്ടറെ കൺസൾട്ട് ചെയ്യായിരുന്നു. ഡോക്ടർ നമ്മുടെ കാര്യങ്ങളൊക്കെ പറഞ്ഞു തരികയാണ്. അത്യാവശ്യത്തിന് പേഷ്യൻസും അതുപോലെ തന്നെ കൺസിസ്റ്റൻസിയും ടൈമും എടുക്കുന്ന കാര്യമാണ് ഈ സ്കാർ പോവാൻ. അങ്ങനെ ഡോക്ടർ പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ഫേസിലോട്ട് ഇഞ്ചെക്ട് ചെയ്തിട്ടുള്ള മൈക്രോനീഡിലിംഗ് പോലത്തെ പ്രോസസ്സാണ്. അങ്ങനെ നമ്മൾ ഫസ്റ്റ് സെഷൻ തുടങ്ങുകയാണ്. ഇന്ന് നമ്മൾ കാർബൺ ലേസർ ആയിട്ട് ചെയ്യുന്നത്. ഫസ്റ്റ് ചെയ്യാൻ കാരണം നമ്മുടെ സ്കിന്നിലുള്ള ഡേർട്ട് പോകാനും അതുപോലെ തന്നെ ആഗ്നി വരുന്നത് നിർത്താനും നമ്മുടെ സ്കിന്ന് ജസ്റ്റ് ഒന്ന് ബ്രൈറ്റൻ ചെയ്യാനുമാണ്. ആക്ച്വലി എനിക്ക് നല്ല പേടി ഉണ്ടായിരുന്നു, പെയിൻ ഉണ്ടാവോ ഇല്ലയെന്ന് വിചാരിച്ചിട്ട്. ബട്ട് ഡോക്ടർ നമ്മളെല്ലാം കംഫർട്ട് ചെയ്യുന്നുണ്ടായിരുന്നു. അങ്ങനെ നമ്മൾ പ്രൊസീജിയർ സ്റ്റാർട്ട് ചെയ്ത്. ഇത് കാണുമ്പോൾ വിചാരിക്കും പെയിൻഫുൾ ആണെന്ന്, ബട്ട് നോ ഗൈസ്. ആ ലേസർ തട്ടുമ്പോൾ ചെറിയൊരു ചൂടുണ്ടാവും എന്നല്ലാണ്ട് വേറെ ഒട്ടും പെയിൻ ഇല്ല കേട്ടോ. അങ്ങനെ ലേസർ പ്രൊസീജിയർ കഴിഞ്ഞപ്പോൾ നമുക്ക് ലാസ്റ്റ് ഒരു ഫേസ് പാക്ക് കൂടെ ഇട്ടിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഇത് ഇന്നത്തെ നമ്മുടെ പ്രൊസീജിയർ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇൻസ്റ്റന്റ് ആയിട്ട് തന്നെ ഒരു ഗ്ലോയും ടാനും പോയിട്ടുണ്ട്. ആൻഡ് ഇതിന്റെ ആഫ്റ്റർ കെയർ എല്ലാം നമ്മൾ ഡോക്ടർ പറഞ്ഞു തന്നിട്ടുണ്ട് കേട്ടോ. വാഷ് ചെയ്യുന്നത് എങ്ങനെയാണ്, സൺസ്ക്രീൻ ഡെയിലി യൂസ് ചെയ്യണം, അങ്ങനെ ചെറിയ ചെറിയ കാര്യങ്ങളൊക്കെ. അപ്പൊ അടുത്ത പ്രൊസീജിയർ നീഡ്ലിംഗ് ആണ്. അപ്പൊ ആരും പാർട്ട് 2 മിസ് ചെയ്യാൻ നിൽക്കണ്ട. അപ്പൊ എല്ലാവരും ഫോളോ ചെയ്ത് വെച്ചോളി. അപ്പൊ ഓക്കെ, ബൈ.